നമ്മൾ മുടി മുറിച്ച ഒരു കാര്യം നമ്മൾ കണ്ടിരുന്നു, അതായത് അങ്ങനെ ഒരു ന്യൂസും കൂടെ നമ്മൾ കേട്ടിരുന്നു. ഞാൻ ഈ അവയർനെസ് ക്ലാസ് ഒക്കെ എടുക്കാം. അപ്പൊ ഇരിഞ്ഞാലക്കുടയിൽ ഇരിക്കുന്ന സമയത്ത് സ്കൂളിൽ പോയപ്പം അവിടെ ഒരു കുട്ടി, ചെറിയൊരു കുട്ടി, മുടിയൊക്കെ വളർന്നു വരുന്നുണ്ടായിരുന്നല്ലോ മുട്ടടിച്ചിട്ട്. അപ്പൊ ഞാൻ എന്താന്ന് ചോദിച്ചപ്പോ ടീച്ചറാണ് പറഞ്ഞത് ഇങ്ങനെ. അപ്പൊ കുട്ടിക്ക് ഭയങ്കര നാണക്കേടാണ്. അതായത് എനിക്ക് തോന്നുന്നു, ഞാൻ മനസ്സിലാക്കുന്നത് ആ കുട്ടി ഒരു ക്യാൻസർ പേഷ്യന്റ് ആണ്, അതുകൊണ്ട് തന്നെ ട്രീറ്റ്മെന്റിൽ ഇരിക്കുന്ന സമയത്ത് മുടി മുറിച്ചിരിക്കുന്നു, മുട്ടയടിച്ചിരിക്കുന്ന സമയമായിരുന്നു അല്ലേ? അതെ അതെ. കൂടുതലുള്ള കുട്ടികളൊക്കെ ഫ്രണ്ട്സ് ഒക്കെ കളിയാക്കുന്ന ഒരു സിറ്റുവേഷൻ അങ്ങനെയല്ലേ ഫേസ് ചെയ്ത മാം? അത് ആ ഒരു സിറ്റുവേഷൻ മാം നേരിട്ട് ഫേസ് ചെയ്തു. എനിക്കാണെന്നുണ്ടെങ്കിൽ അന്ന് ഇഷ്ടം പോലെ മുടി ഉണ്ടുള്ള സമയമായിരുന്നു. അതായത് നമ്മൾ കണ്ടിട്ടുണ്ട് മാമിനെ, ആക്ച്വലി പഴയ മാമിന്റെ ഇതുവരെയാണ് മാമിന്റെ മുടി അല്ലേ? അപ്പൊ എനിക്ക് അങ്ങനെ പെട്ടെന്ന് എന്റെ ഡിസിഷനൊക്കെ അങ്ങനെയാ, പെട്ടെന്ന് എടുക്കും. ആ പിറ്റേ ദിവസം തന്നെ അമല ക്യാൻസർ ഹോസ്പിറ്റലിൽ പോയിട്ട് അവിടെ ഫാദർ ജെയ്സൺ മുടി ഷേവ് ചെയ്ത് അവിടെ കൊടുത്തു. ഇത് മാത്രമല്ല കേട്ടോ, ഇനി ഒരുപാട് കാര്യങ്ങളുണ്ടായി. ഒരു കാര്യം കൂടെ ഞാൻ പറയാം, അതായത് ഒരു വളയുടെ കാര്യം മാം. അത് 2008 വർഷത്തിൽ, അന്ന് ഞാൻ ഉല്ലൂര വർക്ക് ചെയ്യുന്നത്. ഹോസ്പിറ്റലിൽ ഒരു ഡെഡ് ബോഡി ഡ്യൂട്ടിക്ക് പോയി. ഹോസ്പിറ്റലിൽ നിന്ന് ആ ബോഡി അവർക്ക് കൊണ്ടുപോകാൻ പറ്റിയില്ല. അവര് അവിടെ 50,000 രൂപയോളായി, അന്ന് 50,000 രൂപ അടയ്ക്കാൻ. 2008. അപ്പൊ ഹോസ്പിറ്റലുകാർക്ക് ഈ പറഞ്ഞ പോലെ പൈസ കൊടുത്തില്ലെങ്കിൽ അവർക്കും ഹോസ്പിറ്റലിൽ നടത്തിക്കൊണ്ട് പോകണ്ടേ. വേറെ നോക്കിയില്ല, കയ്യിൽ 3 വളി ഉണ്ടായിരുന്നു, ഊരി അവർക്ക് കൊടുത്ത് എത്രയും പെട്ടെന്ന് എവിടെയെങ്കിലും കൊണ്ടുപോയി പണയം വെച്ച് കൊണ്ടുവരാൻ പറഞ്ഞു. അതായത് ഒരു പരിചയമില്ലാത്ത ഒരാൾക്ക് വേണ്ടിയിട്ട് കയ്യിലുണ്ടായിരുന്ന 3 സ്വർണ്ണവള ഊരി കൊടുത്തൊരു കഥയാണ് മാം ഇപ്പൊ പറഞ്ഞത്. മാമിന് നമ്മളുടെ ചെറിയൊരു സമ്മാനം, നമുക്കൊന്നും വാങ്ങാൻ പറ്റില്ല, പെട്ടെന്ന് ആയതുകൊണ്ടൊന്നും വാങ്ങാൻ പറ്റില്ല. Okay, thank you so much. Download ShareChat.